എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് ബീട്രൂട്ട് വൈൻ വീട്ടിൽ തയ്യാറാക്കുന്നത് നോക്കാം. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വൈനാണ്. ഞാനിത് കഴിഞ്ഞ ക്രിസ്മസിന് ഇട്ടൊരു വൈനാണ്. അപ്പോൾ നമ്മൾ ഇതിന് മുൻപൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഗ്രേപ്പ് വൈൻ്റെ റെസിപ്പി 2 ദിവസം മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതുവരെ കണ്ടു നോക്കിയിട്ടില്ലാത്തൊരു തീർച്ചയായിട്ടും കണ്ടു നോക്കണം. ഈ വൈനും ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. ഇത് ഇളക്കി കൊടുക്കുകയേ വേണ്ടാത്തൊരു സിമ്പിളായിട്ടുള്ളൊരു വൈനാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ബീട്രൂട്ട് വൈൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു വലിയ സൈസിലുള്ള ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 150 ഗ്രാമോളം ഉള്ളൊരു ബീട്രൂട്ടാണ്. ഇതിനങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഞാനിവിടെ 2 കപ്പ് അളവിലാണ് ചെയ്തെടുക്കുന്നത്. ഇതുപോലുള്ള വലിയ ഹോളിൽ കൂടെ നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. തൊലി കളഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക ബീട്രൂട്ട്. അപ്പോൾ ഈ വലിയ ഹോളിൽ കൂടെയാണ് ഗ്രേറ്റ് ചെയ്യേണ്ടത്. ചെറിയ ഹോളിലാണെങ്കിൽ ഒരുപാടൊന്ന് പൊടിയായി പോകും. കുറച്ച് വലിയൊരു ഹോളിൽ കൂടെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഗ്രേറ്റർ അല്ലാന്നുണ്ടെങ്കിൽ പൊടിയായിട്ട് അരിഞ്ഞെടുത്താലും മതിയാകും. അപ്പോൾ നന്നായിട്ടെല്ലാം ഗ്രേറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് പ്രഷർ കുക്കറിലിട്ട് ഒരു വിസിലൊന്ന് അടുപ്പിച്ചെടുക്കാം. പ്രഷർ കുക്കറിൽ നമ്മൾ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം. പച്ചവെള്ളമാണ് വേണ്ടത്. അപ്പോൾ 2 കപ്പ് വെള്ളമാണ്. 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു വിസിലൊന്ന് അടുപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഒരു വിസിൽ അടുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ബീട്രൂട്ടൊക്കെ നന്നായിട്ട് വെന്ത കളറൊക്കെ ഇറങ്ങി ഇതിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അരിച്ചിട്ട് നമുക്ക് കുപ്പിയിലേക്ക് മാറ്റാം. അതിന് മുൻപായിട്ട് ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കണം. ഈ വൈൻ നല്ല സ്ട്രോങ് ആയി കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് മുന്തിരി വൈനല്ല, അതുകൊണ്ട് തന്നെ നമ്മൾ സ്ട്രോങ് ആകാൻ വേണ്ടി എക്സ്ട്രാ ആയിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്കിത് ഒരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കാം. അരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റീൽ അരിപ്പയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഗ്ലാസിൻ്റെയോ സ്റ്റീലിൻ്റെയോ പാത്രം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അപ്പോൾ ആ അരിച്ചെടുത്ത അരിപ്പയിൽ നിന്ന് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ബീട്രൂട്ട് ആയതുകൊണ്ട് തന്നെ ഒരുപാട് അങ്ങ് കലങ്ങി പോവില്ല. നല്ല ക്ലിയർ ആയിട്ടുള്ള വൈനാണ് ഇപ്പോൾ തന്നെ ഇത്. ഇനി ഇതിലേക്ക് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ 1 കപ്പ് മുതൽ 2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരം നിങ്ങൾ നോക്കിയിട്ട് ചേർക്കാം. ആവശ്യത്തിന് മധുരം എടുക്കുക. കാരണം വൈൻ കുറച്ചുകൂടെ പുളിച്ച് കഴിയുമ്പോഴത്തേക്കും മധുരം കുറയും. ഇതിലേക്ക് നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനൊരു 3-5 ഏലക്ക, അതുപോലെ 3-4 ചെറിയ കഷ്ണം പട്ട, 3-4 ഗ്രാമ്പു ഇത്രയും കൂടി മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നല്ലൊരു വീര്യം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ ഗോതമ്പാണ്. ഗോതമ്പൊന്ന് ചതച്ചിട്ടോ നിങ്ങൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാമെന്നാണ്. ചതച്ചിടുകയാണെന്നുണ്ടെങ്കിൽ വൈൻ കുറച്ച് കലങ്ങാനുള്ള സാധ്യതയുണ്ട്. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഈസ്റ്റ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എങ്ങനെയാണെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നന്നായിട്ട് ചൂടാറിയിട്ട് നമുക്കൊരു കുപ്പിയിലേക്ക് ഒഴിച്ചു വെക്കാം. എപ്പോഴും പറയുന്ന പോലെ വൈൻ ഇടാനായിട്ട് ഗ്ലാസിൻ്റെ കുപ്പിയോ ഭരണിയോ എടുക്കുക. ഞാൻ ഇതുപോലെ കുപ്പിയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ വാഷറും മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി ഇത് ഒഴിച്ച് വെക്കാം. അപ്പോൾ വളരെ ചെറിയ എമൗണ്ടിലാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. കൂടുതൽ അളവിലാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇൻഗ്രീഡിയൻസ് എടുക്കാം. നമ്മൾ കുപ്പിയിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെക്കാം. നന്നായിട്ട് തണുത്തിട്ട് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് അടച്ചു വെക്കേണ്ടത്. അപ്പോൾ അടച്ചു വെച്ചിട്ട് നമുക്കിതൊരു തുണി വെച്ച് കവർ ചെയ്യാം. അതിനുശേഷം നമ്മളിത് അനക്കാതെ ഒരു ഇരുട്ടായിട്ടുള്ള സ്ഥലത്ത് മാറ്റി വെക്കാം. 15 മുതൽ 20 ദിവസം വരെ ഇത് അനക്കാതെ ഒരു സ്ഥലത്ത് മാറ്റി വെക്കണം. ഇളക്കിയൊന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഞാനിവിടെ 21 ദിവസമാണ് ഈ വൈൻ എടുത്ത് വെച്ചിട്ടുള്ളത്. 15 ദിവസം വരെ ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കിനി നോക്കാം വൈൻ എങ്ങനെയായി വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ നമ്മൾ ഇത് ഫെർമെൻറ്റ് ചെയ്ത് പൊങ്ങി പോകുന്നത് പേടിക്കൊന്നും വേണ്ട. കാരണം ഈ വൈൻ നമ്മൾ അരിച്ചിട്ടാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇത് പൊങ്ങിപ്പോകാനുള്ള സാധ്യതയില്ല. അപ്പോൾ നമ്മളിത് എടുക്കാൻ നേരത്തെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കാം. നല്ല കളറുള്ള വൈനാണ്. കണ്ടാൽ മുന്തിരി വൈനാണെന്നേ പറയൂ. പക്ഷേ നല്ല സ്ട്രോങ് തന്നെയാണ്. നമ്മളിതിൽ ഗോതമ്പൊക്കെ ചേർത്തിരിക്കുന്ന കാരണം. ഇതൊരു പാത്രത്തിലേക്ക് നമുക്കൊന്ന് അരിച്ചൊഴിക്കാം. വൈൻ ഒരുപാട് കലങ്ങിയുമല്ല വന്നിട്ടുള്ളത്. 2 ദിവസം വെക്കുമ്പോൾ തന്നെ ഇത് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കിട്ടും. ഗോതമ്പൊക്കെ നന്നായിട്ട് കുതിർന്ന് ഒക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അതങ്ങ് കളയുക. ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള കുപ്പികളിൽ അടച്ചു വെക്കാവുന്നതാണ്. അപ്പോൾ ഈ വൈൻ ഇപ്പം ഫുള്ളായിട്ടും ഫെർമെൻ്റൊക്കെ ആയി വന്നിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കിത് ഞാനൊരു ഗ്ലാസിൻ്റെ കുപ്പിയിലേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ ഇത് ടൈറ്റായിട്ട് തന്നെയാണ് ഞാൻ ഒഴിച്ചതിന് ശേഷം അടച്ച് വെക്കുന്നത്. വൈനിൽ നമ്മൾ എത്ര പഞ്ചസാര ഇട്ടാലും അത് ഫെർമെൻ്റ് ആയി കഴിയുമ്പോൾ പഞ്ചസാര ഫെർമെൻ്റ് ആയിട്ട് ഇത് ആൽക്കഹോളായിട്ട് കൺവേർട്ട് ആയിട്ട് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരിതാണ്. അപ്പോൾ ഒരുപാട് മധുരം ഫീൽ ചെയ്യില്ല. ഞാനിവിടെ 1 കപ്പ് പഞ്ചസാരയ്ക്ക് മധുരമേ ഫീൽ ചെയ്യില്ല. അപ്പോൾ പഞ്ചസാര കൂടുതൽ വേണമെന്നുള്ളവർ 2 കപ്പ് വരെ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വൈന് റെഡി ആയിട്ടുണ്ട്. നമ്മളൊരു ഗ്ലാസ്സിലേക്ക് പകർത്തിയാണ്.
നമ്മൾ ഒരുപാട് ടൈപ്പിലുള്ള വൈൻ റെസിപ്പികൾ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ മറക്കാതെ കാണുക. അതുപോലെ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരുപാട് വൈനുകളുണ്ട്. അപ്പോൾ സമയമില്ലാത്തവർ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളത് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ പ്ലം കേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് 2 ടൈപ്പ്. അപ്പോൾ ഇനി നമ്മൾ ബേക്കറി സ്റ്റൈലിലുള്ള റിയൽ ആയിട്ടുള്ള പ്ലം കേക്കിൻ്റെ റെസിപ്പി ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ കാണുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്